ഹലോ ചക്ക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ചക്ക, ചക്കപ്പുഴുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ചക്ക എന്ന് പറയുന്നത്. ചക്ക പച്ച ആയിക്കോട്ടെ പഴുത്തായിക്കോട്ടെ, പഴുത്തതാണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ നമ്മുടെ വീട്ടിലൊന്നും ചക്കയില്ല, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തരുവോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് തരുവോ, അല്ലെങ്കിൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ ചക്ക കിട്ടത്തുള്ളൂ. പക്ഷേ കോട്ടയത്തൊക്കെ ആകുമ്പോൾ ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ എറണാകുളത്താണ്, അപ്പോൾ അതൊക്കെ വളരെ കുറവാണ്. പുഴുക്ക് സംഭവങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ചക്ക കിട്ടുമ്പോൾ മാക്സിമം പച്ചച്ചക്കയാണെങ്കിൽ ഒന്ന് പുഴുക്ക് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഞണ്ട് കിട്ടിയായിരുന്നു, അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞണ്ട് റോസ്റ്റും കപ്പപ്പുഴുക്കും വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. വയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അങ്ങ് കാണിക്കുന്നില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മടിയാണ്. റീൽസൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, വെറുതെ അങ്ങ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. വീഡിയോ എടുക്കണം, അതിൻ്റെ ഇടയിൽ കുക്ക് ചെയ്യണം, എടുത്തു തരാനായിട്ടൊരാൾ വേണം, അങ്ങനെയൊക്കെ. ഒരാൾ അവിടെ നിന്ന് എടുത്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അമ്മൂസ്. അപ്പം ഞാനിങ്ങനെ അരിഞ്ഞ് കുറച്ച് എത്തിയപ്പോഴാണ് ഓർത്തേ വീഡിയോ എടുക്കാമെന്ന്. എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. പച്ചച്ചക്ക ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക. ഒരേപോലെ അരിയുവാണെങ്കിൽ വേവ് ഒരുമിച്ച് കിട്ടും. എന്തായാലും നമ്മളിത് വെന്തതിന് ശേഷം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തൊക്കെ എടുക്കും. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ തേങ്ങ, നല്ല ജീരകം, ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തേച്ചും ഈ ചക്ക വെന്തതിലോട്ടിട്ടങ്ങ് കുഴയ്ക്കുക. ഇത്രയേ ഉള്ളൂ പണി. പിന്നെ ഒന്ന് നമുക്ക് കടുക് വറുക്കണമെങ്കിൽ കടുക് വറുക്കാം, വറുത്തില്ലേലും ടേസ്റ്റ് തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാനിത് ഒരുവിധം അരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാവേ കേട്ടോ. നമുക്കിത് വേവിക്കണം. കുറച്ച് ചക്കക്കുരുവും കൂടി ഇടാം കേട്ടോ, അപ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞണ്ടിത് ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കാര്യമായ മസാലയൊന്നും ചേർത്തിട്ടില്ല, നോർമലായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ചക്ക കുഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുഴച്ചു. ഇത് റെഡിയാണ്, ഇവിടെ കഴിക്കാൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹായ്, അപ്പോൾ ഇത് നമ്മുടെ ഞണ്ട് റോസ്റ്റും ചക്കപ്പുഴുക്കും റെഡി. കഴിക്കുവാണേ. വീഡിയോ എടുക്കാനുള്ള നേരമൊന്നും ഉണ്ടായില്ല, ചെടപടേന്നായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കഴിച്ച് കാണിക്കാം. റെഡിയല്ലേ മൂസേ? നല്ല കുഴഞ്ഞു പോയി, പക്ഷെ അതൊരു ടേസ്റ്റാണ് കേട്ടോ. ഞണ്ടിൻ്റെ ഗ്രേവി ആയിട്ട് ചക്കയ്ക്ക് ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അത് ഞണ്ടിൻ്റെ എരിവും ഞണ്ടിൻ്റെ ഉപ്പും ഒക്കെ വെച്ച് വരുമ്പോൾ ബാലൻസ്ഡായി. നല്ല എരിയല്ലേ? മുണ്ടട ഞണ്ട് കുറേ നാൾ കൂടിയിട്ടാണ് പുഴുക്കൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞണ്ട് വീഡിയോ കാണിച്ചിട്ട് എങ്ങനെ കഴിക്കാമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഞണ്ട് കഴിക്കുമ്പോൾ 2 കൈയും 2 കാലുമൊക്കെ വരുമല്ലോ, അതൊക്കെ കടിച്ച് കഴിക്കണം. അതുകൊണ്ട് നമ്മൾ തൽക്കാലം വീഡിയോ നിർത്തുവാണേ. ബൈ.